തരൂരിനെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരാനുള്ള പുതിയ യോഗം ലഭിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ആ നിയോഗം ആ താക്കോൽ ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി.ജെ.പി. എന്ത് വില കൊടുത്തും ശശി തരൂർ ബി.ജെ.പിയിലേക്ക് എത്തണം എന്നത് മുകളിൽ നിന്നുള്ള അന്ത്യശാസനമായി തന്നെ ശോഭാ സുരേന്ദ്രൻ ശിരസാൽ വഹിച്ചു കഴിഞ്ഞു. അതേസമയം കോൺഗ്രസിനും അതായത് കെ.സിക്കും സതീശനുമൊക്കെ കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തരൂർ. ഇറങ്ങും മുൻപ് അവസാന കലാശക്കൊട്ടാണോ ഇതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കോൺഗ്രസിന് പുറത്തുള്ളവരുടെ വോട്ട് കിട്ടിയാണ് താൻ തുടർച്ചയായി തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നത് എന്നാണ് ശശി തരൂർ പറയുന്നത്. തന്റെ ജയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസുകാർക്ക് വലിയ പങ്കില്ല എന്നും തരൂർ പറയാതെ പറയുന്നുണ്ട്. തരൂരിന്റെ വാദം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തരൂർ 1000-ൽ പരം വോട്ട് നേടി ഈ വാർഡിൽ രണ്ടാമതെത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായ കോൺഗ്രസിന് കിട്ടിയ വെറും 277 വോട്ട് മാത്രം. വാർഡിലെ 2 ബൂത്തുകളിൽ നിന്ന് മാത്രം തരൂർ 900 വോട്ട് നേടിയിരുന്നു. ഈ 2 ബൂത്തുകളിൽ ഇത്തവണ കോൺഗ്രസിന് കിട്ടിയത് 88 വോട്ട് മാത്രം. നഗരസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ 100 വാർഡുകളെ 12 മേഖലകളായി തിരിച്ച് ഓരോ മേഖലയുടെ ചുമതല ഓരോ കെ.പി.സി.സി അംഗത്തിന് നൽകി കോൺഗ്രസ് വലിയ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീവരാഹം വാർഡ് ഇടതുമുന്നണി നിലനിർത്തി. 12 വോട്ടിന്റെ വ്യത്യാസത്തിൽ CPI സ്ഥാനാർത്ഥി ബി. ഹരികുമാർ ബി.ജെ.പിയുടെ മിനിയെ തോൽപ്പിച്ചു. ബി. ഹരികുമാർ 1358 വോട്ടുകൾ നേടി. മിനിക്ക് 1346 വോട്ടുകൾ ലഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി സുരേഷ് കുമാർ 277 വോട്ടാണ് പിടിച്ചത്. കൗൺസിലർ ആയിരുന്ന CPI അംഗം കെ. വിജയകുമാറിന്റെ നിര്യാണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണിക്കും യഥാക്രമം 1449, 1249, 406 എന്നിങ്ങനെയായിരുന്നു വോട്ടുകൾ. 200 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ഇടത് ജയം. ഇത്തവണ ബി.ജെ.പിക്ക് മാത്രമാണ് വോട്ട് കൂടിയത്, 97. കോൺഗ്രസിന് 129 വോട്ടും CPIക്ക് 91 വോട്ട് കുറയുകയുമായിരുന്നു. ഉറച്ച വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി.ജെ.പിക്ക് കോൺഗ്രസ് വ്യാപകമായി ഇടതുമുന്നണിക്ക് വോട്ട് മറിച്ചത് തിരിച്ചടിയായി. കുംഭമേളയും ബി.ജെ.പിക്ക് വിനയായി മാറിയിരുന്നു. വോട്ടിംഗ് ദിവസം 42 ഉറച്ച വോട്ടർമാർ പ്രയാഗ്രാജിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു.